നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. മന്ത്രി എൻ ശംസുദ്ദീന് നേരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കരിങ്കൊടി കാണിച്ച സംഭവത്തിൽ 10 BJP യുവമോർച്ച പ്രവർത്തകർക്കെതിരെ റെയിൽവേ പോലീസ് കേസെടുത്തു. കാസർഗോഡ് സ്കൂളുകളിൽ നടന്ന സ്വാതന്ത്ര്യദിന ക്യൂസ് മത്സരത്തിലെ വിവാദ ചോദ്യത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രതിഷേധം. ഇന്നലെ രാത്രിയാണ് മന്ത്രിക്കെതിരെ പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. കാസർഗോഡ്, കുമ്പള, മഞ്ചേശ്വരം ഉപജില്ലകളിലെ LP വിഭാഗം വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഫ്രീഡം ക്യൂസ് മത്സരത്തിന്റെ ചോദ്യാവലിയിൽ VD സവർക്കറെ മഹത്വവൽക്കരിക്കുന്ന തരത്തിലുള്ള ചോദ്യം ഉൾപ്പെടുത്തിയതാണ് വിവാദമായത്. സംഭവം പുറത്തു വന്നതോടെ വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. വിവാദ ചോദ്യാവലി തയ്യാറാക്കിയ അധ്യാപകനെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ സസ്പെൻഷൻ അച്ചടക്ക നടപടിയുടെ പ്രാഥമിക ഘട്ടം മാത്രമാണെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടരുകയാണെന്നും മന്ത്രി എൻ ശംസുദ്ദീൻ വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ ഉദ്യോഗസ്ഥർക്കോ അധ്യാപകർക്കോ സംഭവത്തിൽ പങ്കുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ അവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിന്റെയോ സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെയോ ഔദ്യോഗിക പ്രവർത്തന കലണ്ടറിൽ ഉൾപ്പെട്ട പരിപാടിയായിരുന്നില്ല ക്യൂസ് മത്സരമെന്നും മന്ത്രി വിശദീകരിച്ചു. പ്രാദേശികമായി തയ്യാറാക്കിയ ചോദ്യാവലിയാണ് മത്സരത്തിന് ഉപയോഗിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അധ്യാപകർ വ്യക്തിപരമായ ആശയങ്ങളും രാഷ്ട്രീയ അജണ്ടകളും പ്രചരിപ്പിക്കുന്നതിനുള്ള വേദിയാക്കി മാറ്റരുതെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. ചരിത്രപരമായ വസ്തുതകൾ തെറ്റായി അവതരിപ്പിക്കുന്ന നടപടികൾ അനുവദിക്കില്ലെന്നും ഇത്തരം സംഭവങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവാദം ശക്തമായിരിക്കെയാണ് മന്ത്രിക്കെതിരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ BJP യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് 10 പേർക്കെതിരെയാണ് റെയിൽവേ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്.